അതാണോ ഇപ്പൊ ഇവിടുത്തെ വിഷയം? GPS കറക്റ്റായി ഞാൻ ആ ലൊക്കേഷൻ ഇട്ട് നോക്കട്ടെ. ലാസ്റ്റ് ഇയർ 4 ഗേൾസ് എങ്ങോട്ടൊക്കെയോ പോയിട്ട് ലാസ്റ്റ് പള്ളിയിലെത്തിയത്. ഷാർജ മർത്തൂമ യൂത്ത് ഫെലോഷിപ്പ് സമൊക്കെയാണ്. കൊള്ളാന്നാ കേട്ടെ. അതെ, അവിടെ ഒരു RJ അച്ഛൻ ഉണ്ടെന്നാ പറഞ്ഞത്. സൂപ്പർ പോളി ഫ്രണ്ട്ലി അച്ഛനാണ് കേട്ടെ. പിന്നെ ആക്ടിവിറ്റീസും സോങ്ങും ഡാൻസും ഫുഡും എല്ലാം ഉണ്ട്. ഫുഡ് ഇന്നെന്തായിരിക്കും സ്പെഷ്യൽ? ഞാൻ ഇത്രയും പറഞ്ഞാൽ നീ അത് മാത്രമേ കേട്ടോളൂ. ഞാൻ എന്റെ മനസ്സിലല്ലേ അങ്ങനെ വരൂ. നല്ല വിശപ്പുണ്ട്, കുറച്ച് ബിരിയാണി കിട്ടുമോ? പിന്നെ അച്ഛനൊരു റേഡിയോ മാൻ പോയി വർക്ക് ചെയ്യുന്ന അച്ഛനല്ലേ? ഞാൻ കേട്ടായിരുന്നു. നീ എന്തോ നോക്കുന്നേ? എന്തോ പറ്റി? വാട്സ് ദ മാറ്റർ? അത് പിന്നെ നീ പേടിക്കണ്ട. ലാസ്റ്റ് ഇയർ അവർക്ക് GPS തെറ്റിയതാ. അല്ല, ഹന തെറ്റിച്ചതാ. It's Hannah. She messed it up the whole time. GPS എല്ലാം ഇപ്പൊ കറക്റ്റ് ആണ്, പക്ഷെ ലൊക്കേഷൻ കൊടുത്തത് കറക്റ്റ് ആണോ എന്നൊരു ചെറിയൊരു ഡൗട്ട്. അപ്പൊ നിനക്ക് ലൊക്കേഷൻ അറിയത്തില്ലേ? അറിയാം, എന്നാലും ഒരു ഡൗട്ട്. നമ്മൾ അടിച്ചു കൊടുക്കുന്ന ലൊക്കേഷൻ അല്ലേ ഈ GPS കാണിക്കുന്നത്. അപ്പൊ ഞാൻ അടിച്ച ലൊക്കേഷൻ ആണോ കറക്റ്റ് ലൊക്കേഷൻ എന്ന് അറിയാൻ ലൊക്കേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയണ്ടേ? അങ്ങനെ ആവണ്ടേ? എല്ലടാ, എങ്ങനെ സാധിക്കുന്നതാണ്? ഞാൻ ക്ഷണിച്ച് വിളിച്ച് ചോദിക്കാം. ലാസ്റ്റ് ഇയർ പോയതല്ലേ, ലൊക്കേഷൻ മനസ്സിലാവില്ലേ? ഹലോ, ഇത് ഞാനാ. എന്തൊക്കെയുണ്ട് വിശേഷം? ഫുഡ് കഴിച്ചാൽ? പള്ളിയിലാണോ? പിന്നെ ഞങ്ങളിപ്പം YF-നെ മറ്റേ സമ്മതിക്കാണ്ട് കാണാൻ വേണ്ടി പോവാം. ഹലോ ഹലോ, ഞാൻ ലിഫ്റ്റിലായിരുന്നു, ഒന്നും കേട്ടില്ല. ആരിത്? രാവിലെ തൊട്ട് ഇതാണ് അവസ്ഥ. ഞാനാ ഗോഡ്വിൻ. ഞങ്ങൾ YF-നെ സമ്മതിക്കാണ്ട് കാണാൻ വേണ്ടി പോവാ. ഓ നൈസ്. വേർ ആർ യു? ഞങ്ങളിപ്പോ ഓൺ ദ വേ. GPS ഓക്കേ അല്ലേ? കറക്റ്റ് ലൊക്കേഷൻ ഇട്ട് പോയാ മതി. അപ്പൊ ശരി. നല്ല മച്ചി. നീ എന്തിനാ ഷീറ്റിനെ വിളിച്ച്? അത് ലൊക്കേഷൻ ചെക്കാൻ വേണ്ടി. എന്നിട്ടത് ചോദിച്ചോ? ഇല്ലല്ലേ. അത് എന്നോടാണോ ഈ പറയുന്നത്? നിങ്ങൾ ആരാ? നിങ്ങൾ ഇങ്ങോട്ടാ പോകുന്നേ? ഇതിന് ഞാനല്ല ഇപ്പൊ നിങ്ങളോട് ചോദിച്ചത് നിങ്ങളാരാ? അപ്പൊ നിങ്ങളല്ല എന്നോട് ചോദിച്ചത് ഞാനാരാണ്. അതിനല്ല നിങ്ങൾ എന്നോട് ചോദിച്ചത് ഞാനായിരുന്നു. അത് ഡൗട്ട് ആയപ്പോഴല്ല. Who are you? Where are you from? Where are you? ഇത് മറ്റേ YF സമ്മർ ക്യാമ്പിന്റെ തീമല്ലേ? ഞാൻ അങ്ങോട്ട് പോകുന്നതല്ലോ. ഞങ്ങളും. കൊള്ളാമല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾ വന്ന് നമുക്ക് ഒരുമിച്ച് പോകാം. അവിടെ മറ്റേ അച്ഛന്റെ ഒരു എഫ് അങ്ങോട്ട് തുടങ്ങി കാണുന്നത്. അച്ഛന്റെ പേരെന്താ? പേര് മറ്റേ കാട്ടിനൊക്കെ പണ്ട് പൂച്ചയുടെയും മെലിയുടെ ഷോ. ആ കാറ്റിന്റെ പേരെന്തായിരുന്നു? ടോം. ടോമച്ചൻ ഞങ്ങളുടെ സ്വന്തം അച്ഛൻ. അത് തന്നെ. അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ അച്ഛൻ വേറല്ല. അച്ഛൻ മൈക്ക് എടുത്താ പിന്നെ അങ്ങോട്ട് എടുത്താൽ നിങ്ങൾ വാങ്ങും. യവനിക ഉയരും ദിവിലെ വിടർന്നൊരു
ഓ, ഇവിടാണോ ക്യാമ്പ്? ക്യാമ്പിന്റെ ഒരു സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ. അയ്യോ അല്ല, ഇതൊരു ചെക്ക് പോയിന്റ് മാത്രം. നിങ്ങൾ പുതിയ പിള്ളേരല്ലേ, ഒന്ന് ഐഡന്റിറ്റി വെരിഫൈ ചെയ്താൽ യു ക്യാൻ ഗോ ഇൻ സൈഡ്. വേർ ഇസ് യുവർ ഐഡന്റിറ്റി? പാൻ കാർഡ്, ആധാർ കാർഡ്, യൂറോ കാർഡ്, ATM കാർഡ്, എമറേറ്റ്സ് ID. ഡ്രൈവിംഗ് ലൈസൻസ്, സോറി ലേണേഴ്സ് പാസ്സായില്ലേ? എന്റെ പിള്ളേർ ഇതൊന്നും അല്ലെന്ന്. നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് ഉണ്ട്, എന്റെ സാധനമല്ലല്ലോ. We only have these cards to identify us. പണ്ട് ഒരു ആപ്പിൾ കാരണമാണ് മാൻകൈൻഡ് വീണത്. അതെ, but better than apple Samsung ആണ്. Battery life is also good. വീണു പോകുന്നില്ല. ഇതിന് ആപ്പിൾ മേടിക്കാറൊക്കെ ഉണ്ട്, പൈസ ഇല്ല. സോ ബെസ്റ്റ്. എന്റെ പൊന്നു പിള്ളേര്, ആപ്പിൾ ഫോൺ അല്ല, റിയൽ ആപ്പിൾ. God created Adam. Everything was perfect, but one wrong choice. Sin entered. Adam died. Then God asked, Adam, where are you? Not because God didn't know, but Adam had lost himself. അത് സംതിങ് വി ഓൾസോ ഹൈഡ്. ഇപ്പൊ തന്നെ ഇവൻ മുങ്ങിയ പിന്നെ അടുത്ത RS ഫെസ്റ്റിവലിന് പോകത്തോ? You're a failure, you're a society. അങ്ങനെ We people hide behind the phone, technologies, fear, pride, popularity. But we forget our identity. God still calls you today, asking you, where are you? We should know where we are, not hiding to know our identity. ഇവിടെ നിങ്ങളുടെ ഐഡന്റിറ്റി is verified. നിങ്ങൾ അകത്ത് പോയിക്കോ. But remember, you should know where you are and what's your identity. വെറുതെ കുറെ കാലായിട്ട് നടക്കുക. ശരിയാ, നമുക്ക് ഒരിക്കലും നമ്മുടെ ഐഡന്റിറ്റി ഇവൻ നെവർ ബോതർഡ് അബൌട്ട് ഇറ്റ്. Hello, where are you? ഞങ്ങൾ ഓൺ ദ വേ ആണ്. പിന്നെ അപ്പൊ ശരി. പിന്നെയും ചോദിച്ചില്ലല്ലേ? കൊള്ളാം, എനിക്ക് തോന്നിയായിരുന്നു. എടാ, അത് നമുക്ക് പിന്നാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാലോ. ഇറ്റ്സ് ഈസി. ബെസ്റ്റ്. ഇതിപ്പോ എങ്ങോട്ടാ? 2 വഴിയുണ്ടല്ലോ. എനിക്ക് വിശക്കുന്നു. ലാസ്റ്റ് ടൈം പോയ ഗേൾസിന് മഞ്ജു കൊച്ചമ്മയും സുജ കൊച്ചമ്മയും ശ്വേത കൊച്ചമ്മയും പാൽക്കപ്പ ഉണ്ടാക്കി കൊടുത്തു എന്ന് അവര് പറഞ്ഞ്. എനിക്ക് വിശക്കുന്നു. നിങ്ങൾ എത്തിയില്ലേ പിള്ളേരെ? ഞങ്ങളിത് എങ്ങോട്ടോ പോയത്, പക്ഷെ നിങ്ങളിത് എങ്ങോട്ടോ പോയത്? ഞാനൊന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നതല്ലേ, എന്ത് പറ്റിപ്പോ? അതെ, ഇതില് ഏത് വഴിയാ പോകണ്ടേ? അതൊരു ഡൗട്ടാണ്. നല്ല ഡൗട്ടാണ്. അടുത്തത് Whichever way you choose it wisely. ഇതിപ്പോ ആരാ? നിനക്ക് തോന്നിയതായിരിക്കും. ഞാനും കേട്ടു. എനിക്ക് തോന്നുന്ന ഡോർ പുറകിൽ നിന്നാണ്. ഞാനൊന്ന് കൊടുക്കാം. പിള്ളേരെ, നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്? അപ്പോ ആ ഡോറിൽ കൂടി പോയ ആ ചേട്ടനോ? ഈ ചേട്ടനോട് വഴി ചോദിക്കാം. എന്താ പ്രശ്നം? 2 roads diverged in a wood, and I took the one less traveled by, and that has made all the difference. അത് ഗ്രാസ് റോഡ്, ഇത് ഫുട് പാത്ത്. ലെസ് വാക്ട് അറിയാൻ സെൻസസ് എടുത്ത് വെച്ചിട്ടുണ്ടോ? ഒരു ഡയലോഗ് പറയാൻ പോലും പറ്റില്ലേ?
അത് ഞങ്ങളുടെ എനർജറ്റിക് വൈഫ് സെക്രട്ടറി സ്റ്റീവ് പ്രോ ആണ്. സമ്മർ ക്യാമ്പിനുള്ള സാധനങ്ങൾ കൊണ്ടുവന്നതാണ്. ചോയ്സസ്. ലൈഫ് ഇസ് ഫുൾ ഓഫ് them. Like the younger son who took his inheritance and went the cool way, only to end up with the pigs. പിഗ്സ്. എടാ, ഞാൻ പോർക്ക് ഫ്രൈ കഴിച്ചിട്ട് എന്ത് നാളായി. He realized what he has. ഞാൻ പറഞ്ഞു വന്നത്. He realized he was lost. He had to make a godly choice to return. I will arise and go to my father. Godly choice means choosing to return to the father. Sometimes the godly way is the less traveled route. It's not about what makes you feel good now. It's about what makes you whole later. Identity verification was the first step, which is knowing who you are. Now the choice is whose way you will walk. Will you follow the crowd or will you follow the one who created the road? So, a godly choice is essentially choosing God's map over my own Google Maps. So after knowing the identity, we have to make a godly choice in our life. Like the prodigal son, he didn't have a map. He had a change of heart, so he turned around. Hey, I could see the church. This is the correct way. This is our choice. See now, make your choice. Stay here or walk the path. എന്നാൽ ഇൻ ദ മിഡിൽ ഓഫ് ദ റോഡ് ഇവിടെ ആരെ കൊണ്ട് ചെയർ വെച്ചാൽ അതൊക്കെ സ്ക്രിപ്റ്റ് എഴുതാതെ മാത്രമേ അറിയത്തുള്ളൂ. എന്തായാലും നിങ്ങൾ അവിടെ ചെല്ല്, അവിടെ സമ്മതിക്കാൻ തുടങ്ങി കാണാം. ഓഹോ, ഇതാണല്ലേ ഷാർജ മർത്തമ യൂത്ത് ഫെലോഷിപ്പ് സമ്മർ ക്യാമ്പ്. See all the kids. OMG. സത്യജീവമാർഗമാണു ദൈവം. ഭക്തനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം. നിത്യജീവനെ കിടുന്നു ദൈവം. അച്ഛാ, ഒരു ഡൗട്ട്. ഇതിൻ്റെ അകത്ത് ഈ എന്തിനായി തണ്ടർ എഫക്റ്റ് ഒക്കെ കുറച്ച് ഓവറല്ലേ? എന്റെ പൊന്നു മോനെ, എനിക്കറിയില്ല. ആ ജോയിലാണ് എഡിറ്റ് ചെയ്തത്. ഈ എഫക്ട് എന്തിനാണെന്ന് പോലും അവന് മാത്രം അറിയത്തുള്ളൂ. ഓ, ദിസ് ഈസ് റേഡിയോ മാംഗോ. അല്ല അച്ഛാ, അതിവിടെ പറയാൻ എന്താ നോക്കാൻ? അത് എന്റെ മാസ്റ്റർ പീസ് ഡയലോഗാണ്. എന്റെ പിള്ളേർക്ക് അത് വലിയ ഇഷ്ടമാണ്, അല്ലേ? ദിസ് ഈസ് റേഡിയോ മാംഗോ 91.976 FM ഫ്രം ഷാർജ, നാട്ടിലെങ്ങും. എൻ്റെ അച്ഛൻ ലാസ്റ്റ് ഇയർ എൻ്റെ ഒരു 4 ഗേൾസ്, ഐ മീൻ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഗേൾസ് ഇവിടെ സമ്മർ ക്യാമ്പിൽ വന്നായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. അച്ഛാ, ഇവിടെ വന്നാൽ കൊച്ച അവര് ഈ പാൽക്കപ്പ ഉണ്ടാക്കി തരുമെന്ന് അവർ പറഞ്ഞായിരുന്നു. ദാറ്റ് സ്കീം ഇപ്പോഴും ഉണ്ടോ? ആ സ്കീം അതോടെ നിർത്തി. എന്നാലും അച്ഛാ, ഈ സ്ഥലം കണ്ടുപിടിക്കാൻ എന്തൊരു പാടാ. ഓട്ടോ ഒബ്സ്റ്റിക്കിൾസ് വി ഫേസ്. എന്ത് പറ്റി? പാർക്കിംഗ് കിട്ടാൻ ബുദ്ധിമുട്ട് കാണും അല്ലേ? പാർക്കിങ്ങിനൊക്കെ വണ്ടി വേണ്ടേ? ഞങ്ങൾക്ക് വണ്ടിയില്ല, സോ പ്രശ്നമില്ല. പിന്നെ സെക്യൂരിറ്റി, ചെക്ക് പോയിന്റ്, കൺഫ്യൂസിംഗ് റോഡ്സ് ഡിസൈഡ്.
പിന്നെ നിങ്ങളെങ്ങനെ അതിങ്ങോട്ടും വരുന്ന വഴി ഒരു ചേട്ടനുണ്ടായിരുന്നു, പുള്ളിയാണ് ഹെൽപ്പ് ചെയ്തത്. ഏത് ചേട്ടൻ? അത് പിന്നെ പേരറിയില്ല. ആളെങ്ങനെ ഇരിക്കും? അച്ഛൻ ഞങ്ങൾ ഫുള്ള് നടക്കുമായിരുന്നല്ലോ, ഇനി ഇരുന്നില്ല. അതുകൊണ്ട് ആ ചേട്ടൻ എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. എങ്ങനെ സാധിക്കുന്നതാവുന്നില്ല. അച്ഛൻ ശരിക്കും വി വർ വാക്കിംഗ്, ഞങ്ങൾക്ക് അറിഞ്ഞോ? എടാ അതല്ല, ആളെ കാണാൻ എങ്ങനെ ഇരിക്കുമെന്നത്. അച്ഛനങ്ങനെ വ്യക്തമായിട്ട് ശക്തമായിട്ട് ധൃതം അങ്ങനെ ചോദിക്കണം കേട്ടല്ലോ. ഇപ്പൊ ഒന്നുകൂടെ പറഞ്ഞേ. പറ്റില്ല അച്ഛൻ, വോയിസ് ടോപ്പിക് ആയതുകൊണ്ട് ഈസിയായി, അല്ലാതെ ഈ വാക്കുകൾ പറയാനേ പറ്റൂല. അച്ഛാ, ദാറ്റ് ചേട്ടൻ വാസ് ഓൾവേസ് വിത്ത് അസ്. ചെക്ക് പോയിന്റ് ഫോർ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ. പിന്നെ വെൻ വി വർ കൺഫ്യൂസ്ഡ് ഓൺ ദ റോഡ് അങ്ങോട്ടും വന്നു. വെനെവർ വി ഫേസ്ഡ് ആൻ ഇഷ്യൂ ഹി വാസ് ദേർ. വി ഫെൽറ്റ് ലൈക്ക് ഹി വാസ് ഓൾവേസ് വിത്ത് അസ്, ലൈക്ക് വാക്കിംഗ് വിത്ത് അസ്. Walking with you, just like the two disciples on the road to Emmaus. They were walking, talking, sad. They didn't even realize that Jesus was walking right beside them. എന്നിട്ട് They were walking the way, but they didn't know the way was walking with them. That ചേട്ടൻ, it must be him. നിങ്ങളെ ഐഡന്റിറ്റി പഠിപ്പിച്ചു, made the choice correctly, godly choice കാണിച്ചു, and he was always with you, walking beside you, and made sure you didn't deviate from your choice, and you reached your destination. ഹലോ, where are you? എനിക്ക് ഈ ഒറ്റ ഡയലോഗ് തന്നുള്ളൂ അല്ലേ? അല്ല, എനിക്ക് തന്ന സ്ക്രിപ്റ്റിന് അതേ ഉള്ളൂ. ഞങ്ങൾ കറക്റ്റ് ലൊക്കേഷനിലെത്തി. ഓക്കെ ഓക്കെ, ശരി, ബൈ. അപ്പോൾ അച്ചു, remember, I am the way, the truth, and the life. No one goes to the Father without me, and I am always with you. അല്ലേ? പിന്നല്ല, അടക്കല്ലേ, ഞാനും വരുന്നേ. അങ്ങനെല്ലാം കഴിഞ്ഞു. ശുഭം. അല്ല, ഇനി അവൻ നമ്മളെ തപ്പി ഇനിയും വരുമോ? പ്രൊമോയിൽ തന്നെ അവൻ നമ്മളെ മൊത്തം ഓടിച്ചത്. എനിക്ക് ഇനിയും ഓടാൻ വയ്യ. ഓൾറെഡി പാൽക്കപ്പ സ്കിം നിർത്തി, ഇനി എനിക്ക് വയ്യ. നീ ഇങ്ങനെ പേടിക്കാതെ. ഇപ്പം നമ്മൾ ഇവിടെ തന്നെ നിന്ന് സൺഡേസിൽ വൈഫ് ഉണ്ട്, തേഴ്സ്ഡേസിൽ ബൈബിൾ സ്റ്റഡി ഉണ്ട്. നമുക്ക് ഇവിടെ തന്നെ കൂടുന്നതാണ് നല്ലത്. അതൊക്കെ നമുക്കിനി അടുത്ത സമർ ക്യാമ്പിൽ നോക്കാം. മതി. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനറിഞ്ഞ് വിളി കേട്ട് ഇവന് വഴികാട്ട്. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനറിഞ്ഞ് വിളി കേട്ട് ഇവന് വഴികാട്ട്.